നമ്മുടെ എഞ്ചിൻ വന്നിട്ട് കംപ്ലീറ്റ് സീസായിട്ടുണ്ട്. ഇനി എഞ്ചിൻ പുതിയത് മാറ്റി വെക്കണം. സംഭവം വണ്ടി വഴിയിലായിട്ടുണ്ട്. ആപ്പട പണിയായി. ഈ സമയത്ത് സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമമുണ്ട്. കാരണം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണ്. വണ്ടി ആപ്പട പണിയായി. എന്ത് ചെയ്യാൻ, വണ്ടി ആർക്കും കൊടുത്തിട്ട് ബസ് കയറി പോവാം. വൈശു ഭയങ്കര ഹാപ്പി ആയിട്ടാ. വൈശു വണ്ടി കംപ്ലൈന്റ് ആയി. ഞാൻ വണ്ടി നമുക്കില്ല. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ സിറ്റുവേഷൻ അനുഭവിച്ചില്ല. ഈ വണ്ടി കൊണ്ട് അതൊക്കെ വർക്ക്ഷോപ്പിൽ കൊണ്ട് കയറ്റിയിട്ട് നമ്മൾ നേരെ ഒന്നുമില്ല ട്രിവാൻഡ്രം പോകും, അല്ലെങ്കിൽ തിരുനെല്ലി പോകും. അത്ര തന്നെ. അപ്പോൾ എന്ത് കഷ്ടം വന്നാലും കാർ റിപ്പയർ ആയില്ലെങ്കിലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു കൊടുക്കും. അല്ലേ വേണി? മധുരം കഴിച്ച് ആഘോഷിക്കാം. ലഡ്ഡു ഉണ്ട്. അപ്പോൾ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. Come on guys, കട്ട കളിക്കണം. പറ. അമുക്ക് ഡുമുക്ക് അമാൽ ഡുമാൽ ഏ ചള്ളപ്പുള്ള ചങ്ക് ഏ ചക്കിച്ച് ചക്കാജ. കുലുക്കി സർബത്ത നല്ല തിരക്കട്ടെ, ഒരു രക്ഷയില്ല. അപ്പോ ഇത് സംഭവം ആറ്റുകാൽ പൊങ്കാല പോലെ അല്ലേ? അവിടുത്തെ ഒരു വൈബാണ് ഇവിടെ ഉള്ള ഫീലാണ്. പൊങ്കാല പൊങ്കാല ആറ്റുകാൽ പൊങ്കാല. എങ്ങനെ പോകണമെന്ന് പിടിയില്ല, ഭയങ്കര തിരക്കാണ്. കൈ കളക്കണം ഭയങ്കര. ചെരുപ്പിങ്ങ് പോടവാ. ഓക്കെ, ചെരുപ്പോട് ഊരിയിട്ടുണ്ട്. സേഫാണെന്ന് വിചാരിക്കുന്നു. എങ്ങനെ പോകേണ്ടത്? വേറെ പന്നിയല്ലേ? ബലി കൊടുക്കാൻ വെച്ചിങ്ങനെ പന്നിയാണ്. രാത്രി ബലിയാവും. വാങ്ങോ സീക്കിരം വാങ്ങോ. ക്യൂ എங்கே இருக்கு? ഇതാ ക്യൂവാ? അമ്മാൻ കോൽ ക്യൂവാ? അടുപ്പ് പാത്ത് വാങ്ങ. അടുപ്പിലേക്ക് തീയാണ്. പൊങ്കലടിക്കുന്നത് നമ്മൾ. എന്താണ് അപ്പോൾ എങ്ങനെയൊക്കെ ക്യൂ കണ്ടെത്തി. ക്യൂവിൽ കയറിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല, ഒടുക്കത്തെ തിരക്കായിരുന്നു. ഇടയ്ക്ക് അമ്മ മിസ്സായി പോയി. പിന്നെ അമ്മ എങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട്. എവിടെ പോയത് പിടിയില്ല. അമ്മ എങ്ങോ പോയി അല്ലേ? ഇതാണ് ക്യൂ, ലോങ് ക്യൂ ആണ്. അപ്പോൾ ഈ ക്യൂ നിന്ന് മിക്കവാറും നമ്മൾ ഒരു മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ ആവാൻ ചാൻസ് ഉണ്ട്. അത്ര തിരക്കാണ് ഇവിടെ. എന്തായാലും മാനന്തമ്പുരാൻ തൊഴിലിട്ട് വേണം വീട്ടിൽ പോകേണ്ടത്. അപ്പോൾ ഇവിടെ കള്ളന്മാർ ശല്യം ഉണ്ടെന്നാണ് പറയുന്നത്. മാക്സിമം സൂക്ഷിക്കണം. ഓരോരോ സ്വർണ്ണവും വില കൂടിയ സാധനങ്ങളൊക്കെ, മൊബൈൽ ഫോണൊക്കെ സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മോഷണം പോയത് തന്നെ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ ക്യൂ ആണ്. എസ് പോലെ പോയിക്കൊണ്ടിരിക്കുന്നത്. എസ് പോലെ മണി ഇപ്പോൾ കാരണം 12 മണി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കഴിയുമ്പോൾ ഇങ്ങനെ 2 മണിയാവും. എത്രയായല്ലോ? சரி, அவனுடைய மாறுகளை
ഓക്കെ, നമ്മളിങ്ങനെ കോവിൽ തൊഴുത് പുറത്തിറങ്ങി ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് ക്യാമറ യൂസ് ചെയ്തിട്ടില്ല. നല്ലപോലെ ദർശനം കിട്ടിയായിരുന്നു, സൂപ്പർ മാസമായിരുന്നു അല്ലേ. ഇവിടെയാ വിളിച്ചിട്ടാ അമ്മാങ്ക പാല ലൈറ്റ് പോച്ചാ വാങ്ങോ 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 പൂ കിട്ടിയാ? നമ്മളങ്ങനെ കാർ പാർക്കിങ്ങിനോട് എത്തിയിട്ടുണ്ട്. നമ്മളെ കാർ അവിടെ പോയിട്ട് അവിടെ രാജാമാരെ കാറ്. അപ്പോൾ നേരെ പോകാം വീട്ടിലോട്ട്. വേറെ ഒന്നും ഇല്ല, തളർന്ന് പോയി അറ്റമായി കുറേ നടന്ന്. മണി ഇപ്പോൾ കറക്റ്റ് 1 മണി ആവാറായി, 1 മണിയായി. പിന്നെ നേരെ വീട്ടിലോട്ട് പോകാം, അത്ര തന്നെ. അപ്പോൾ സംഭവം കൊള്ളാം. തിരുച്ചെന്തൂർ കോവിലും പോയിട്ട് നേരെ മഹാരാജ കോവിൽ പോയി നല്ല തൊഴിലിട്ട് നല്ല ഐശ്വര്യം കിട്ടും വിചാരിക്കുന്നു. എല്ലാം ശരിയാവും. പ്രശ്നങ്ങൾ എപ്പോഴും ജീവിതത്തിൽ കാണും, നമ്മൾ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഇതുപോലെ കോവിലൊക്കെ പോയാൽ ചെറിയൊരു ആശ്വാസം അത്ര തന്നെ. പിന്നെ ഇവിടെ തിരുവിഴ ആയതുകൊണ്ട് ഉണ്ടല്ലോ, നമ്മുടെ നാട്ടുകാൽ പൊങ്കാല പോലെ ഇരിക്കുന്നു. അപ്പോൾ അതുപോലെ ഇവിടെ വൈബ് കിട്ടി, എല്ലാം കൊണ്ട് സന്തോഷമാണ്. എന്താ ഞാൻ കയറിയില്ലേ? ശരി, ഓക്കെ, കയറിക്കോ. ഞങ്ങളാ കയറിപ്പോ. വൈശോ കയറിപ്പോണോ? അവിടെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. തന്നെ ഗ്യാസ് കാറല്ലേ, സുഖമായിട്ട്. ഓക്കെ, ബൈ. നേരെ വീട്ടിൽ പോവാം. കയറിക്കോ കയറിക്കോ, നമ്മളെ കാറിൽ കയറിക്കോ. അപ്പോ എന്തൊരു സുഖം കാറി കയറിയിരുന്നപ്പോ. കാലൊക്കെ തളത്, മുട്ടൊക്കെ നല്ല തേമാനായി കാണൂല, മുട്ടൊക്കെ നല്ല ഒരു പരുവായി. ഓക്കെ, പോവാം. വേറെ വിഷയമൊന്നുമില്ല, ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്, കം ഓൺ. ഓക്കെ, രാജമാമൻ്റെ വണ്ടി ഫ്രണ്ടിൽ പോയി, നമ്മൾ ബാക്കിൽ നിന്ന് പോവാം. ചേർത്തോണ്ട് പാർക്ക് ചെയ്യുന്നത് ആരിത്? മാരുതി ആൾട്ടോ കാർ. ഓഹോ എൻ്റെ അമ്മോ, പോട്ടെ പോട്ടെ. സുന്ദര ട്രാവൽസ് പോലത്തെ കാറാണ് നമ്മളെ കാറ്. വണ്ടി ഓഫ് ആകാതെ ഒന്നും പോയിക്കൊണ്ടിരിക്കണം, നിൽക്കാതെ, എങ്കിലും ശരിയാവുള്ളൂ. സോറി, സീറ്റ് ബെൽറ്റ് ഇല്ല അല്ലേ, ഇതുവരെ മറന്ന് മുടക്കിടക്കി. ഇപ്പോൾ എല്ലാം ഓക്കെയാണ്, വേറെ വിഷയമൊന്നുമില്ല. സൂപ്പർ പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 മണിക്ക് നൈറ്റ് റൈഡ് സൂപ്പർ അല്ലേ, നല്ല കിടിലൻ റോഡാണ്, നല്ല ഗ്രാമം, പിന്നെ ലൈറ്റൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ. വേറെ വിഷയമൊന്നുമില്ല, റോഡും കൊള്ളാം, വലിയ കുഴപ്പമില്ല. ഇതുവഴി നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും സിറ്റിക്കകത്ത്. നേരെ മെയിൻ റോഡ് കയറിയിട്ട് അവിടെ നിന്ന് നേരെ വീട്ടിൽ പോകും, അത്ര തന്നെ. സൂപ്പർ. ഇതുപോലെ കഷ്ടപ്പെട്ട് കോവിൽ തൊഴുന്നത് ഒരു പ്രത്യേക സുഖമാണ്. അതൊക്കെ എന്ത് പറയാം, ആദ്യം ബുദ്ധിമുട്ട് കാണും, പിന്നെ ഒന്ന് കോവിൽ തൊഴിൽ ഇറങ്ങുമ്പോൾ നല്ല ആശ്വാസമായിരിക്കും. ഇതൊക്കെ ഒരു ആചാരങ്ങളല്ലേ, നമ്മൾ കൂടുതൽ നമ്മൾ വടി പിടിച്ച് കഴിഞ്ഞാൽ നടക്കൂല ചില കാര്യങ്ങളൊക്കെ. കഷ്ടപ്പെട്ടാലേ ചില കാര്യം കിട്ടുള്ളൂ. അത് ഇതല്ല, ഏതൊരു കാര്യമായാലും. നിർത്തി ഇനി കേട്ടിട്ട് വഴി മാറിപ്പോയാ ചോദിക്കണോ? വഴി മാറിട്ടാ, റൂട്ടില്ല പോകാൻ முடியுமா? ഇല്ല, വണ്ടി റിപ്പോർട്ട് ചെയ്യേ. അതാണ് ഞാൻ വഴി മാറി നിனைச்சേ. ഇല്ലല്ല, ശരി ശരി. അപ്പോൾ വഴിയൊന്നും മാറിയില്ല, വണ്ടി നിർത്തി മാപ്പ് നോക്കിയതാണ് മാമൻ. മാപ്പ് നോക്കിയത്. ഓക്കെ, ഇപ്പോൾ മാപ്പൊക്കെ നോക്കിയ ഒരു വിഷയമൊന്നുമില്ല, കറക്റ്റ് റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ പോയാൽ മതി. പിന്നെ ഒരു കാര്യം കേട്ടോ, കോവിൽ കുറേ ടീമുകൾ വെള്ളം അടിച്ച് ഫിറ്റായിട്ട് പെണ്ണുങ്ങൾ അടിക്കാൻ വേണ്ടി വരെയാണ്. ഞാൻ 2-3 പേര് നോട്ട് ചെയ്തായിരുന്നു, പക്ഷേ നമ്മുടെ നടന്നില്ല കാര്യങ്ങളൊക്കെ. നമ്മൾ നേരെ ഇടയ്ക്കറി നിന്നിട്ട് അവ ഇടിക്കാൻ വന്നപ്പോൾ പിടിച്ച് തള്ളി കൊടുത്തപ്പോൾ സംഭവം ആരും അറിയാതെ പോയി ഇടിക്കാൻ നോക്കി, മനസ്സിലായ? നമ്മുടെ കളി. ഇത് യാത് വഴി പിടിയില്ല കേട്ടോ, ഇങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡൊക്കെ ഭയങ്കര മോശം, റോഡൊന്നും ഇല്ല, ഫുൾ ഓഫ് റോഡ്. സംഭവം കൊള്ളാം, മനസ്സുണ്ട്. നമ്മളിതുവരെ പോകാത്ത റൂട്ടല്ലേ, ഇതൊക്കെ കാണുമ്പോൾ പുതിയ ഫീലായി. നമ്മൾ സ്ഥിരം സൊമാറ്റോ വ്ളോഗ് ചെയ്ത് ട്രിവാൻഡ്രം മാത്രം ഓടിയ ആൾക്കാർക്ക് ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഒരു പുതിയ ഒരു ഫ്രഷ് ഫീല്. ഇത്ര നേരം കാടായിരുന്നു കേട്ടോ, ഇപ്പോൾ കുറച്ച് വീട് വന്നു, കുഴപ്പമില്ല. അയ്യോ, ഇനി നമ്മൾ കുഴപ്പമില്ല, നേരെ മെയിൻ റോഡ് എത്തുമായിരിക്കും അല്ലേ. അഗെയിൻ റോഡ് ഭയങ്കര ഹൊററായിരിക്കുകയാണ് കേട്ടോ. അമ്മോ, ഒരൊറ്റ വീട് പോലില്ല, ഫുൾ കാട്, ലൈറ്റും ഇല്ല. ഓൺലി ലൈറ്റ് എന്ന് പറഞ്ഞത് വണ്ടിയുടെ ലൈറ്റ് മാത്രമാണ്. ഓക്കെ, നമ്മൾ എവിടെയൊക്കെ കറങ്ങി ഇവിടെ എത്തി. ലൊക്കേഷൻ മാറിയാ, ബാക്ക് പറഞ്ഞ് പണിയായാ? അയ്യോ എന്തിനു വലി? ഓ, അതാ നിൽക്കണത്. ഒരു 30,000 വരും. KLTN വ്ളോഗ്, கேரளா தமிழ்நாடு 2 ஊரும் சேர்ந்தாப்புல இருக்கும். பாருங்க, இந்த கோவில் காமிச்சிருக்கோம், மகாராஜா கோவில் இருக்குல்ல, அதெல்லாம் எடுத்துருக்கோம். நிறைய பேர் பார்க்காத நிறைய இருக்காங்க நம்ம ஊரில். அவங்க காட்டில் கொண்டு போய் இங்கே இருக்கவங்களும் தெரியுங்களா இல்லைண்ணா? அப்படியா? ஆமாம், என்ன சூப்பர். சாமி மாடன். ஐயோ, வா சாமி ஓடியாண்டா, சூப்பர் அല്ലേ?
മാടനാണ്, മൊത്തം മാടന്മാരാണ് ഇവിടെ മൊത്തത്തിൽ. ഇത് അടുത്ത മാടൻ പറഞ്ഞു ഇവിടെ. ആ ഓക്കെ നമ്മൾ വീടെത്തി കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി ലോക്ക് ചെയ്തിറങ്ങാം. അപ്പോൾ അവിടെ പോയി വണ്ടി ഒതുക്കിയിട്ട് വരും. നമുക്കിവിടെ വണ്ടി ലോക്ക് ചെയ്ത് കൊടുത്തേക്കാം. ഗ്ലാസ്സൊക്കെ അടച്ചിട്ടുണ്ട്. ഓക്കെ ലോക്കായി. ഓക്കെ ലോക്കായപ്പാ. അപ്പുറത്ത് നോക്കി ലോക്കായെന്നുള്ളത് കേട്ടാ. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട്. രാവിലെ ഉച്ചയായി. ഇന്നലെ വ്ളോഗ് എൻഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ക്ഷീണിച്ചങ്ങ് അറ്റമായി. ക്ഷീണിച്ചങ്ങ് അറ്റമായി, പിന്നെ ഉറങ്ങി. അപ്പോൾ ഇതോടുകൂടി വ്ളോഗ് എൻഡ് ചെയ്യാൻ പോവുകയാണ്. അതേ സമയത്ത് നമ്മൾ വീട്ടിലോട്ട് പുറപ്പെടുകയാണ്, ട്രിവാൻഡ്രത്തിലോട്ട്. മണി ഇപ്പോൾ കറക്റ്റ് 3 മണി ആവാറായി. ഇന്ന് ബുധനാഴ്ചയാണ്. അപ്പോൾ ഞായർ, തിങ്കൾ, ചൊവ്വായ്, ബുധൻ 3 ദിവസം, 4 ദിവസം ഇവിടെ ആയിരുന്നു. 4 ദിവസം അടിച്ച് പൊളിച്ച് കൊള്ളാം, നല്ല ദിവസം ഉണ്ടായിരുന്നു. ബന്ധുക്കളായിട്ട് ചേരുമ്പോൾ സത്യം പറഞ്ഞില്ല ഒരുപാട് സന്തോഷമാണ്. അതേ സമയത്ത് വിട്ട് പിരിയുമ്പോഴും ഒരു വിഷമമുണ്ട്. അതാണ് ഒരു ഭയങ്കര വിഷമം. അതെ, എല്ലാം ഒന്നും ചിലവ് സന്തോഷമാർക്ക്, എല്ലാം முடிச்சு திரும்ப ஊருக்கு போகும்போது விஷம் ரொம்ப வருத்தமா இருக்கு. வீடு பக்கத்துலனா இப்போ ஃபீலா இருக்கு. இப்போ கொஞ்சம் ஒரு மாதிரி സത്യം പറഞ്ഞ വീട്ടിലത് വന്ന് കയറി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ വീടോട്ട് പോകുമ്പോൾ വിഷമായിരിക്കണം. നീ പഴയ പോലെ ജോലിക്ക് പോകണം, വീട് നമ്മളെ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാം പാക്ക് ചെയ്തോണേ. അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാഗും കാര്യങ്ങളൊക്കെ 2 ബാഗിലായിട്ട്. ഇപ്പോൾ കുറച്ച് സാധനമൊക്കെ കൊണ്ട് വെച്ചാൽ കാറിക്കൊണ്ട് വെച്ചാൽ അരിയും കാര്യങ്ങളൊക്കെ വെച്ചല്ലോ. ശരി ശരി, എല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷേ കുട്ടി പോ, நாங்கள் கிளம்ப போகிறோம். ஏதாவது ஃபீலிங் இருக்கா, வருத்தமாக இருக்கா? ஆ சரி, ஒரு உமா கொடு, ஒரு முத்தம் கொடு. எனக்கு முத்தம் கொடு, முத்தம் கொடுறா, முத்தம் கொடு. நான் கொடுக்குறா, ஏன் கொடுக்க மாட்டாங்க? வா கொடுக்கட்டு, என்ன இருக்கு, ஒரு முத்தம் தானே, சொத்தா கேட்டோம். சரி ஓகே கோபி, நல்ல மாதிரி படிக்கணும். நல்லா படித்து ஒரு ஐடி கம்பெனியில் வேலை பார்க்கணும், நல்ல சம்பளத்தோட. அங்கே வேலை பார்த்து நல்ல சம்பளத்தில் நம்ம பெரிய டூர் போகணும். நீ நான் மட்டும் உனக்கு பிடிச்ச ஒரு பைக் வாங்கணும். நான் என் பைக்கில் வருவேன், செம்மையாக விளாக் பண்ணலாம். ஓகே, உடனே பண்ணி ஆகணும். 4 வருஷம் தான் இருக்குது. இல்லை, அடுத்த வருஷம் ஃபைனல் எக்ஸாமு. அப்புறம் காலேஜெலாம் பிடிச்ச பிறகு சூப்பராக இருக்கும். ஓகே, அது படித்து பிடிக்கணும். ഓക്കെ, ഗോപിക്ക് ഹായ് ടാറ്റ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗോകുൽ ടാറ്റ പറഞ്ഞ് ടാറ്റ ഗോകുൽ പോകാൻ പോகிறோம். ഇപ്പോൾ ഒരു കരയണ സീനുണ്ട്, അമ്മയും അത്തയൊക്കെ ആയിട്ട്. പെണ്ണുങ്ങളല്ലേ പെട്ടെന്ന് കരയും, നമ്മളെ പോലെ അല്ലല്ലോ. നമ്മൾക്ക് വിഷമമുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി വരാം, ഇടയ്ക്കിടയ്ക്ക് വരാം, വേറെ വിഷയമൊന്നുമില്ലല്ലോ. ആണ് നീ കരയോ? വിഷമമുണ്ടല്ലേ? ഒന്ന് പുഷ് ചെയ്താൽ കരയും. അയ്യോ പാവം, കരയണെന്ന് പറഞ്ഞാൽ കരയും. ഓക്കെ ടാറ്റ, പോയിട്ട് വരാം. சின்னம்மா வீடியோ போயிட்டு ഒന്നുകൂടെ പറ, വീഡിയോ എടുക്കണം. അപ്പൊ ഒന്നുകൂടെ പറ. മാമ, കുട്ടി മാമ ടാറ്റ, ആച്ചി മാമ എല്ലാ ടാറ്റ. ஆமா லைஃப் படிச்சு போலிக்கலாம் இப்படி. சரி, அடுத்த vlogல நல்ல சூப்பரா பண்ணனும்னா. இப்போ +2 பாஸ் பண்ணி நல்ல மார்க் எடுத்தா 1 லாக் வரும்போது சும்மா என்ஜாய் பண்ணுவோம், ட்ரீட் பண்ணுவோம். ஓகேவா? சரி ஓகே, போய்டா. போயிட்டு கால் பண்ணதும் ஒழுங்கா போகணும். അതേമാതിരി വണ്ടിക്ക് പ്രശ്നം ഉണ്ടാവില്ലേ? വണ്ടിയിൽ ചെറിയ കാർപ്പറ്റ് ഇഷ്യൂ ഉണ്ട്. വർക്ക്ഷോപ്പിട്ട് കാണിച്ചായിരുന്നു. പിന്നെ വർക്ക്ഷോപ്പിൽ ആൾ പറഞ്ഞ് 5000 ആണെന്ന് പറഞ്ഞു. പുതിയത് മാറ്റുന്നുണ്ടായി, അതുകൊണ്ട് പുതിയത് മാറ്റിയിട്ടില്ല. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല. ശരി ഓക്കെ, കുഴപ്പമില്ലല്ലോ, ഒരു വിഷയമില്ല. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. ചെറിയ വിഷമോ അല്ലേ ഇറങ്ങുമ്പോൾ? ചെറിയ വിഷമമുണ്ട് എല്ലാവർക്കും. അങ്ങനെ ആയിരിക്കുള്ളൂ, എന്ത് ചെയ്യാൻ പറ്റും. എല്ലാം ഓക്കെ, പുറപ്പെട്ടിട്ടുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 3:30 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ട്രിവാൻഡ്രത്തിലോട്ടാണ്. ഇവിടെ നിന്ന് കറക്റ്റ് 145 കിലോമീറ്റർ ദൂരമുണ്ട്. വീട്ടിൽ പോകുമ്പോൾ 8 മണിയാവുമായിരിക്കും. നമ്മൾ പോകുന്ന വഴിക്ക് നേരെ അവിടെ പോയി നാറുകൾ കഴിഞ്ഞ് ചായ കുടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് രാത്രി ആകുമ്പോൾ തന്നെ അവിടെ പോയി കാപ്പി മാഞ്ഞോണ്ട് പോരുന്നുണ്ടെങ്കിൽ ദോശമാവ് വാങ്ങി വീട്ടിൽ പോയി കാപ്പി കുടിക്കും. വണ്ടി വഴിയിലായിട്ടുണ്ട്. ആപ്പടെ പണിയായി, ഒന്നും ചെയ്യാൻ പറ്റൂല. ചാവടിക്കപ്പാ, ചാവടിച്ചിട്ട് പോകാം. എന്തായാലും വണ്ടി വഴിയിലായി. വണ്ടി ആപ്പടെ കംപ്ലൈൻ്റ് ആയിക്കാണ്.
എൻജിൻ സീസ് ആയിട്ടുണ്ട്. അപ്പം വണ്ടി ഒതുക്കിയിട്ടുണ്ട്. ചായ കാപ്പി വേണം. അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞ് ചായയുടെ വില എന്ന് പറഞ്ഞാൽ 70 രൂപയാണ്. ഈ സമയത്ത് സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമമുണ്ട്. കാരണം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണ്. വണ്ടി ആപ്പട പണിയായി. ഇനി ഈ വണ്ടി യൂസ് ചെയ്യാൻ വലിയ ആഗ്രഹമില്ല. കാരണം അറ്റമായി എൻജിൻ പണിയായി. ഇനി എൻജിൻ പണി വെച്ചിട്ട് ഇനി പുതിയ എൻജിൻ സെറ്റ് ചെയ്യാം. അതിന് ഒരു പുതിയ കാറേ വാങ്ങിക്കാം. അല്ലെങ്കിൽ പഴയ എൻജിൻ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. അത് പിന്നെയും പണിയാവും. നമ്മൾ അതുകൊണ്ട് വണ്ടി കൊണ്ട് ആ സൈഡിൽ ഒതുക്കിയിട്ടുണ്ട്. അപ്പുറത്ത് സർവീസ് റോഡിൽ നമ്മളിവിടെ നിൽക്കുകയാണ്. ചായ പിടിക്കാൻ വന്നിട്ടുണ്ട്. എന്ത് ചെയ്യാൻ വണ്ടി കൊടുത്തേക്ക് ആർക്കെങ്കിലും ആണ് നല്ലത്. പണിയാൻ നിൽക്കണ്ട അല്ലേ. വണ്ടി ആർക്കെങ്കിലും കൊടുത്തിട്ട് ബസ് കയറി പോവാം. അപ്പോൾ നമ്മൾ മാമൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. മാമൻ കാറിൽ വരെയാണ്. അപ്പോൾ അങ്ങോട്ട് പോവാം. ക്രോസ് ചെയ്യാം. സത്യം പറഞ്ഞാൽ വ്ളോഗിങ് ഐഡിയ ഇല്ലായിരുന്നു. കാരണം ഒരുപാട് വിഷമമുണ്ടായിരുന്നു കാറിങ്ങനെ ആയപ്പോഴേ. നമ്മൾ വിഷമങ്ങൾ സന്തോഷങ്ങളെല്ലാം നമ്മൾ അറിയിക്കുകയാണ് ഇതുവഴി. അപ്പോൾ ഇത് വിഷമമാണ്, എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ മാറി നമ്മളത് പേടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്ത് മുന്നോട്ട് പോകണം. അത്ര തന്നെ സത്യം പറഞ്ഞാൽ ഫേസ് ചെയ്യണം. അത്ര തന്നെ, വേറെ ഒരു നിവർത്തിയില്ല. നമ്മളൊരു എന്തെങ്കിലും പ്രശ്നം വന്ന് തോറ്റ് പിന്മാറേക്കാൾ ഫേസ് ചെയ്ത് നിൽക്കാം. ബാ ക്രോസ് ചെയ്യാം. വണ്ടി വരില്ല. ബാ ഇല്ല വണ്ടി വണ്ടി ഒരു കുഴപ്പമില്ല. പയ്യപ്പോ ഹാപ്പി ആയിണ്. വൈശു ഭയങ്കര ഹാപ്പി ആയിട്ടാ. അവൾക്ക് പിക്നിക് പോലെ അല്ലേ. വൈശു വണ്ടി കംപ്ലൈന്റ് ആയി. ഇനി ആ വണ്ടി നമുക്കില്ല. ഓ നല്ല ലൊക്കേഷൻ അടിപൊളിയാക്കില്ലേ. ഇവിടെ കാണാൻ പറ്റിയല്ലോ. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ സിറ്റുവേഷൻ അനുഭവിച്ചില്ല. വണ്ടി വഴിയില്ലാതെ നിന്നിട്ട് ആ വണ്ടി മുട്ടം പണിയുമായി ശരിയാക്കാൻ പറ്റാതായി. ആ പാടെ പ്രശ്നത്തിലായിപ്പോയി. ഞാൻ വണ്ടി അങ്ങോട്ട് കാണിച്ചില്ലേ. നമ്മളെ വണ്ടിയുടെ അവസ്ഥ എന്താണെന്ന്. അപ്പോൾ നമ്മുടെ കാർ നിൽക്കുകയാണ്. പിന്നെ ഈ കാറിൽ നമ്മൾ യാത്രയില്ല. അപ്പോൾ ഇതാണ് ലാസ്റ്റ് യാത്ര. അപ്പോൾ ഈ കാർ ഇവിടെ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് ഒന്നല്ലെങ്കിൽ പൊളിച്ച് പണിയാം, അല്ലെന്നുണ്ടെങ്കിൽ വിറ്റിട്ട് പോകാം. അത്ര തന്നെ, ഉള്ള വിലയ്ക്ക് വിൽക്കാം. വേറെ എന്ത് ചെയ്യാൻ പറ്റും. ഒരുപാട് വിഷമമുണ്ട് സത്യം പറയാമല്ലോ. പിന്നെ മാമ അടുത്താണ്ട് കുഴപ്പമില്ല. നമ്മൾ അധികം ലോങ് പോയില്ല. തിരുനെൽവേലിയിൽ നിന്ന് പള്ളിയൂരെത്തിയേ ഉള്ളൂ. ഇങ്ങനെ പോലെ ഒരു 50-60 കിലോമീറ്റർ കാണുമായിരിക്കും കറക്റ്റായിട്ട്. അത്ര എത്തിയുള്ളൂ നമ്മൾ. അതുകൊണ്ട് ഇപ്പോൾ ഉടനെ എത്താമെന്ന് പറഞ്ഞു മാമൻ കാറിൽ. ഈ വണ്ടി കൊണ്ട് അധികം വർക്ക്ഷോപ്പിൽ കൊണ്ട് കയറ്റിയിട്ട് നമ്മൾ നേരെ ഒന്നുമില്ല ട്രിവാൻഡ്രം പോവും, അല്ലെങ്കിൽ തിരുനെൽവേലി പോകും. അത്ര തന്നെ. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യാം, പഴയ കാറിൽ എങ്ങനെ ആയിക്കോളും. ഞാൻ വിചാരിച്ച് കാർബേറ്ററിന് ഇഷ്യൂ ഇല്ലേ വിചാരിച്ച്. പക്ഷേ കാർബേറ്റർ കുഴപ്പമില്ല, ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്. എന്നാലും എഞ്ചിൻ സീസായിപ്പോയി. അതാണ് ഏറ്റവും വലിയ വിഷയം. അശ്വ ഹാപ്പി അശ്വട്ടി ഭയങ്കര ഹാപ്പി ആയിക്കണ്. ഇവിടെ ഞാൻ മനസ്സിനകത്ത് കരയാണ്, വിളിച്ചിരിക്കുന്നു. അങ്ങനെയൊന്നുമില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. എന്തായാലും വരുന്ന സിറ്റുവേഷൻ നമ്മളല്ലേ, എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിനെ. അപ്പോൾ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും കാർ റിപ്പയർ ആയാലെങ്കിലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കും അല്ലേ വേണേ. മധുരം കഴിച്ച് ആഘോഷിക്കാം. രണ്ടുമുണ്ട്. ഇതുപോലത്തെ ദുഃഖ കാര്യങ്ങളൊക്കെ നമ്മൾ മധുരം കഴിച്ച് ആഘോഷിക്കണം. അടിപൊളി സൂപ്പർ. ഈ വണ്ടിയിൽ സമയം കഴിഞ്ഞു. ഇനി നമ്മൾ ഒച്ചക്കാൻ പാടില്ല, കൊടുത്തേക്കണം. പക്ഷെ നമുക്ക് പണിയാണ്. ഇതുപോലെ എവിടെയെങ്കിലും പോകുമ്പോൾ പണിയായി പോകും. കുറേ ഓടിച്ച് നമ്മൾ നല്ലപോലെ ഓടി കുറേ അടുത്ത് പോയി. ഇനി വണ്ടി കൊടുത്തേക്കാം നമുക്ക്. വേണ്ട, വേറെ പുതിയ വണ്ടി വാങ്ങിക്കാം ഉറപ്പായിട്ട് വാങ്ങാം. ഇതുള്ള വില കൊടുത്തിട്ട് നമുക്ക് പോവാം. ഇത് വച്ചിരുന്നാൽ പിന്നെയും പണി ചെയ്യും. പിന്നെയും എവിടെയും പോകുമ്പോൾ പണിയാവും. ഇവിടെ എവിടെയെങ്കിലും വർക്ക്ഷോപ്പിൽ കൊടുത്ത് ഉള്ള വിലയ്ക്ക് ആക്രി വിലയ്ക്ക് കൊടുത്ത് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെയാണ് കാർബറേറ്റർ പറഞ്ഞത്. ഇവിടെ ആ ഭാഗത്ത് എവിടെയോ കാർബറേറ്ററിന് വലിയ ഇഷ്യൂ ഇല്ല, ചെറിയ കംപ്ലൈൻ്റ് ഉള്ളൂ. നമ്മുടെ എൻജിൻ വന്നിട്ട് കംപ്ലീറ്റ് സീസായിട്ടുണ്ട്. പിന്നെ എൻജിൻ പുതിയത് മാറ്റി വയ്ക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഴയ എൻജിനിൽ പണി ചെയ്ത് വെക്കണം. അതൊക്കെ മുട്ടം പണിയാണ്. പുതിയ എൻജിൻ മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ പുതിയ കാർ വാങ്ങി അത്രയാണ്. അപ്പോൾ ഇത് കാണിച്ചേക്കാൻ തോന്നി. ഇവിടെയാണ് മെയിൻ ഇഷ്യൂ. ഈ ഇഷ്യൂ കാരണമാണ് അവിടെ പ്രശ്നമായത്. ആമാ ഹലോ. ടീ കുടിച്ചിട്ട് ഞാൻ ഹോട്ടലിൽ ഇരിക്കില്ല, മഞ്ചേരി ഹോട്ടൽ. അങ്ങനെ ടീ കുടിച്ചിട്ട് ഇങ്ങനെ ഇതിപ്പോൾ വന്നിട്ടാണ്. ഓപ്പോസിറ്റ് സൈഡ് കറക്റ്റ് സർവീസ് റോഡ്. അങ്ങ് തന്നെ നിൽക്കും. ശരി ഓക്കെ ആമോ. കാർ കൊടുത്തില്ല അമ്മ, അതാ വേണ്ട. ഇപ്പോൾ കഷ്ടം. ശരിയാവും. ട്രാക്ടർ വരും. ട്രാക്ടർ അപ്പോൾ മാമ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ട്രാക്ടറിൽ കെട്ടി ഇളുക്കാനാണ് പ്ലാൻ. അപ്പോൾ ട്രാക്ടറിൽ കെട്ടി ഇളുത്തുകൊണ്ട് പോയി ഏതെങ്കിലും വർക്ക്ഷോപ്പ് കൊണ്ടുവിടുമായിരിക്കും. ഇത്രയും ദിവസം ഉപയോഗിച്ച വണ്ടി നമ്മൾ വിട്ട് പിരിയാൻ പോവുകയാണ്. കുഴപ്പമില്ല, പുതിയ കാർ വാങ്ങിയല്ലേ, ഹാപ്പി ആയിട്ട്. നമ്മൾ ഈ വർഷം തന്നെ പുതിയ കാർ ചിലപ്പോൾ വാങ്ങി പൈസ കിട്ടുന്നുണ്ടായി. വാങ്ങി നമ്മൾ ഈ വർഷം തന്നെ പുതിയ കാർ വാങ്ങിച്ചിരിക്കും. വാശിയാണ്. ആ ലെവലിൽ നമ്മൾ മുന്നോട്ട് പോകണം. ഇനി ഉണ്ടല്ലോ ഏത് പറയാനുണ്ടോ? നീ പറ. വിഷമമില്ലേ? കാർ കംപ്ലൈൻ്റ് ആയി. നോക്ക്. വരോ?
ഒരുപാട് സന്തോഷം. ഇങ്ങനെ വന്ന് നിൽക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. കുറച്ച് പുറകോട്ടേക്കാണ് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു ഈവനിങ് ഇങ്ങനെ പ്രകൃതി ആസ്വദിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചല്ല. നമ്മൾ വിചാരിച്ചു ഇപ്പൊ ഈ സമയത്ത് നമ്മളൊരു ഹെവി ട്രാഫിക്കിനകത്ത് നിൽക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ വണ്ടി വഴിയിലായി നിൽക്കുന്നുള്ളത് പ്രതീക്ഷിക്കാത്തതാണ്. ஏடுனியாங்களா அழுதியாமே எதுக்கு அழுத ആനന്ദ കണ്ണീരാ ദുഃഖമാ ദുഃഖമായിരുന്നല്ലേ മിസ് പണിയോ സംഭവം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പുള്ളിക്കാരന്മാർ കരച്ചിലായിരുന്നു നമ്മളെ ഗോകുല് കാരണം നമ്മളെ കാണാത്തതുകൊണ്ടും നമ്മൾ മിസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. ഇപ്പോൾ ഓക്കെ സന്തോഷമാ ഞാൻ ഊർക്ക് പോട്ടെ വീട്ടിൽ വരണമാ ചുമ്മാ കളിക്ക് ശരി ഓക്കെ അതായത് പണ്ണു ആ ശരി ശരി ഓക്കെ ആണോ നാണക്കാരൻ ഓക്കെ സംഭവം പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അവർക്കൊന്നും അറിഞ്ഞൂടെ അതിനെപ്പറ്റി അല്ലേ. അങ്ങനെ മാമ എത്തിയിട്ടുണ്ട് അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ ട്രാക്ടറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ട്രാക്ടറിൽ വണ്ടി കെട്ടി കൊണ്ടുപോകും. നമ്മൾ നേരെ ട്രിവാൻഡ്രം പോകണമെങ്കിൽ ട്രിവാൻഡ്രം പോകാം. നല്ല കണ്ടനല്ലേ ആ അതൊക്കെ എടുക്കായിരുന്നു സൂപ്പറായിട്ട് ഇല്ലാണ്ട് പറഞ്ഞായിട്ട് വണ്ടിയെ കൊണ്ടുപോയി വെയിറ്റിലോട് ഹരിസിക്ക കുഴപ്പമില്ല ചെയ്യാൻ പോകുന്നു ഓട്ട് സ്പേസ് ഉണ്ട്. ഓക്കെ ഇപ്പോൾ എല്ലാ സാധനങ്ങളും കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ളതൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട്. കാരണത്തില്ലല്ലേ നമുക്ക് കാരണമില്ലല്ലോ എടുക്കണോ ടാറ്റാ ബൈ സീ യു പോന്നാ മാണി എൻ്റെ മടിയിരുന്നോ ആൾ കൂടുതലാണ്. അങ്ങനെ വീടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാട്ടയ്ക്ക് 100 രൂപ എക്സ്ട്രാ 20 കൊടുത്തിട്ടുണ്ട്. നല്ല ആട്ടക്കാരൻ കേട്ടോ പാവം നല്ല ചേട്ടൻ. സത്യം പറഞ്ഞാൽ ഇത്രയും ലഗേജ് ഉണ്ടായിരുന്നു 4 പേര്. അപ്പോൾ എല്ലാവരും കൂടെ കയറ്റി ഇവിടെ കൊണ്ട് എത്തിച്ചായിരുന്നു. 100 രൂപ വാങ്ങിച്ചോളും എക്സ്ട്രാ 20 കൊടുത്തിട്ടുണ്ട്. ഇരിക്കട്ടെ പാവം. സത്യം പറഞ്ഞാൽ 100 അല്ല 150 കൊടുക്കാമായിരുന്നു. പിന്നെ നമ്മളതിൽ ക്യാഷ് കുറവായിരുന്നു. ഗൂഗിൾ പേ ഇല്ലെന്ന് പറഞ്ഞു. കുഴപ്പമില്ല ഓക്കെ സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കാർ ഇനിയില്ല ആട്ടോ മാത്രമേ ഉള്ളൂ. ആട്ടോയിൽ 2 ബൈക്ക്. അപ്പോൾ നമ്മൾ KLT വ്ളോഗിൻ്റെ കാർ വന്നിട്ട് ഇനി അവിടെ കിടക്കുകയാണ്. അതിന് വിൽക്കണോ വേണ്ട നനച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും വിൽക്കും. അത് നന്നാക്കി എടുക്കാൻ ഐഡിയ ഒന്നുമില്ല അത്ര തന്നെ. ശരി വീട്ടിൽ പോകാം. അപ്പോൾ ഓക്കെ അത്ര തന്നെ വേറൊന്നും പറയാനില്ല. അപ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് പറയാനായിട്ടൊക്കെ കാണിക്കേണ്ടത് കാണിച്ചു കഴിഞ്ഞ് വണ്ടിയൊക്കെ കംപ്ലൈൻ്റായി. പക്ഷെ നമ്മളെ കാര്യമാണ് സത്യം പറയാമല്ലോ. അതങ്ങനെ ആയിക്കോളൂ ലൈഫ് അങ്ങനെ തന്നെ. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം ചിലപ്പം കയ്യിൽ നിന്ന് പോകും. പറഞ്ഞ കാര്യമില്ല. നമുക്കൊന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ബെസ്റ്റും കിട്ടും. അപ്പോൾ ഈ വർഷം തന്നെ പുതിയ കാർ വാങ്ങിയ ഐഡിയ കൊണ്ട് എന്തായാലും വാങ്ങിച്ചിരിക്കും. ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം വാങ്ങിച്ചിരിക്കും. ഇഷ്ടപ്പെട്ട കാർ ബലീനയോ സ്വിഫ്റ്റ് വാങ്ങിക്കും. കാറ് പോയില്ലേ അപ്പം ഈ ഭയങ്കര വിഷം കേട്ടോ ഭയങ്കര ദേഷ്യം. കാറ് പോയല്ലോ കാർ ശരിയാക്കി വെച്ചിരുന്നല്ലോ. കാർ ശരിയാക്കി എന്തിയാ പോകുന്നു. ആ എഞ്ചിൻ മണിക്ക് 10,000 കൊടുത്ത് ശരിയാക്കാൻ ഇപ്പോൾ പറഞ്ഞു. 10,000 എന്നല്ല 25,000 ആണ് ശരിയാക്കണം. നല്ല പോലെ ശരിയാക്കണമെങ്കിൽ പൈസ കൂടുതലാവും. അങ്ങനെ ആരെങ്കിലും പുതിയ കാറാണ് വാങ്ങിക്കുക അല്ലേ അത്ര തന്നെ. മാക്സിമം ഓടിച്ച് നമ്മൾ നല്ല പോലെ കുറേ ട്രാവൽ ചെയ്ത് ഈ പ്രാവശ്യം ഒരു സംഭവം പറ്റിപ്പോയി. കുഴപ്പമില്ല സേഫ വീടെത്തിയല്ലോ അത്ര തന്നെ. വേറെ ഒന്നും ആലോചിക്കാൻ പറ്റില്ല. ആവശ്യമില്ലാതെ കൂടുതൽ അയ്യോ കാറ് പോയല്ലോ അത്ര തന്നെ. ആ കാറിൻ്റെ യൂസ് കഴിഞ്ഞു. ആ കാറിൻ്റെ ആയുസ് കഴിഞ്ഞു അത്ര തന്നെ. ഇനി എഞ്ചിൻ മണി ചെയ്ത് വേണ്ട പുതിയ കാർ വാങ്ങിക്കാം. ഇപ്പോൾ വാശിയാണ് എന്തായാലും പുതിയ കാർ സൂപ്പർ കാർ വാങ്ങിച്ച് വാശി കൊണ്ട് സൂപ്പർ ട്രിപ്പ് പോകുന്നത്. ഓക്കെ അപ്പോൾ ജീവിതത്തിൽ
എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. വിഷമോ കാറ് പോയതിന്റെ പാട്ടെ പുതിയ കാർ വാങ്ങിയ കേട്ടാ. അപ്പൊ ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. അടിച്ചു കയറി വാ അല്ലേ. ചേട്ടാ അപ്പൊ അടുത്തൊരു ഫാമിലി വ്ളോഗിൽ കാണാം. ഓക്കെ, അടുത്ത സൊമാറ്റോ വ്ളോഗ് പഴയ പോലെ എല്ലാം ചെയ്യാം കേട്ടോ. എല്ലാ സൊമാറ്റോ വ്ളോഗും കാണും, ഫാമിലി വ്ളോഗ് കാണും. അടുത്തൊരു ട്രിപ്പ് ഉണ്ട് ഫ്രണ്ട്സുമായിട്ട്, ലോങ് ട്രിപ്പ്. അത് പിന്നെ പറയാം. ഓക്കെ ഓക്കെ ചേട്ടാ.